കോവിഡ് അഫക്റ്റഡ് ടീംസിൽ വളരെ അഫക്റ്റഡ് ആയിട്ടുള്ളത് സ്ട്രീറ്റ് വെണ്ടേഴ്സ് ലാർജ് നമ്പറുണ്ട്. അവരതുകൊണ്ടാണ് ജീവിക്കുന്നത്. പാവങ്ങളാണ്. ഈ വണ്ടി ഓടിയില്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റത്തില്ല. കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് കൂടുതൽ ബിസിനസ് ചെയ്ത് അവൻ നന്നായി വരിക. അതാണ് അതിൻ്റെ ഫിലോസഫി. അത് പാവങ്ങൾക്കാണ് കൊടുക്കണം, പണക്കാർക്കല്ല അത് കൊടുക്കണം. അതൊരു വലിയ ഇമ്പാക്റ്റ് അവരുടെ സൊസൈറ്റി ഉണ്ടാകും. പ്രൈം മിനിസ്റ്റർ സ്വാനിധി എന്നൊരു പോർട്ടലുണ്ട്. അവിടെ പോയി ആദ്യം രജിസ്റ്റർ ചെയ്യണം. നമസ്കാരം. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് എന്താണ്? ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഈ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ലഭിക്കുക? ഈ വിഷയത്തിൽ ഇന്ന് മറുനാടിനോട് പ്രതികരിക്കുകയാണ് BJP നേതാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ VC-യുമായ ഡോക്ടർ അബ്ദുൾ സലാം. ഇത് ഈ പ്രൈം മിനിസ്റ്ററുടെ സ്വാനിധി ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ അത് ലേറ്റസ്റ്റ് വന്നതാണ്. ഞാനിതിനെ കാണുന്നത് പ്രൈം മിനിസ്റ്ററുടെ വിഷൻ അബൌട്ട് ട്രാൻസ്ഫോമിങ് ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ 12 കൊല്ലത്തെ വികസന പ്രക്രിയയുടെ ഭാഗമായി എപ്പോഴും പറയുന്ന വാചകം ടോട്ടൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പം ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും, നമ്മൾ പോപ്പുലേഷൻ പറയാൻ 140 കോടി ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന് ഏതാണ്ട് 370ഓളം പ്രോഗ്രാംസ് റോൾ ഔട്ട് ചെയ്തു. അത് ഓരോന്നും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഗ്രാംസും വന്നിരിക്കുന്നത് താഴേക്കിടയിലുള്ളവർക്കാണ്. പാവപ്പെട്ടവന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ആദ്യമേ അദ്ദേഹം ചെയ്തു ജൻധൻ എന്ന് പറഞ്ഞു, എല്ലാവരെയും ബാങ്കിൽ കൊണ്ടുവരാൻ 0 ബാങ്ക് അക്കൗണ്ട് വന്നു. ഈ പുകയടുപ്പെല്ലാം മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം LPG ഫ്രീ ആയിട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അരിയുടെ ക്ഷാമം കണക്കാക്കി 85 കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് റൈസ് കൊടുത്ത്, എല്ലാ വീട്ടിലും വെള്ളം കൊടുത്ത്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്ത് കംപ്ലീറ്റ് ആക്കുന്ന പ്രോസസ്സിലാണ്. പിന്നെ മുദ്രാ ലോൺ എന്ന് പറഞ്ഞ് ലോൺ സൗകര്യങ്ങൾ കൊടുത്ത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഓരോ മേഖലയും ടച്ച് ചെയ്ത് എല്ലാ വിഭാഗങ്ങളിലുള്ളവരെയും ഫോക്കസിങ് ഓൺ ലോവർ സ്റ്റാറ്റ എന്ന് പറഞ്ഞ് പോകുന്ന ആ ജേണിയിൽ കോവിഡ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോവിഡ് അഫക്റ്റഡ് ടീംസിൽ വളരെ അഫക്റ്റഡ് ആയിട്ടുള്ളത് സ്ട്രീറ്റ് വെണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ തള്ളിക്കൊണ്ട് നടന്ന് വിൽക്കുന്ന ആൾക്കാരില്ലേ, സ്ട്രീറ്റ് വെണ്ടേഴ്സ്. അപ്പോൾ അവരുടെ നമ്പർ എടുത്തപ്പം പല നമ്പറുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നെങ്കിലും 1 കോടിക്ക് മേളിലുണ്ട് രജിസ്റ്റേർഡ്. പിന്നെ 68 ലക്ഷം എന്ന് പറഞ്ഞ നമ്പറുണ്ട്. പിന്നെ പല നമ്പർ ആൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിലും അതുപോലെ പല ഫിഗേഴ്സാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 51 ലക്ഷം, 68 ലക്ഷം, അല്ല 51,000, 68,000 എന്നൊക്കെ പറഞ്ഞ് പല നമ്പറുകൾ പറയുന്നുണ്ട്. എന്തായാലും വളരെ ഷുവറാണ് ഈ 28 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറിയിലുമായിട്ട് ഈ പർട്ടിക്കുലർലി ഈ സിറ്റീസിൽ സ്ട്രീറ്റ് വെണ്ടേഴ്സ് ലാർജ് നമ്പറുണ്ട്. അവരതുകൊണ്ടാണ് ജീവിക്കുന്നത്. പാവങ്ങളാണ്. ഈ വണ്ടി ഓടിയില്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റത്തില്ല. അവൻ അഫക്റ്റഡായി, അവൻ പാരലൈസ് ചെയ്ത് ജീവിതം മുട്ടി നിൽക്കുന്ന റിപ്പോർട്ട് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരുടെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ലോൺ കിട്ടത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ലോക്കലായിട്ട് ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുണ്ടല്ലോ, 10 രൂപ പലിശ, അവരെ ഡിപ്പെൻഡ് ചെയ്യും. അവിടെ ചൂഷണം. അപ്പോഴാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്, ഈ സ്ട്രീറ്റ് വെണ്ടേഴ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യുക, റീഹാബിലിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് ലോണ്, ഈ ചൂഷണം എടുത്തു കളയുക എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, ഇവരെ ഈ ബാങ്കിങ്ങിലേക്ക് പഠിപ്പിക്കുക, ബാങ്കിങ്ങിൻ്റെ ശീലം പഠിപ്പിക്കുക, ഡിജിറ്റൽ ബാങ്കിങ് പഠിപ്പിക്കുക, ബാങ്കിലേക്ക് പോകുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കുക, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുക, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുക. എന്നിട്ട് വാച്ച് ചെയ്യുക അവർ തിരിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ അവന് വീണ്ടും കൊടുക്കുക, കൂടുതൽ കൊടുക്കുക. അതായത് അവന് ഒരു നല്ല ഹെൽത്തി ബാങ്കിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ കൂടുതൽ കൊടുത്ത് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് കൂടുതൽ ബിസിനസ് ചെയ്ത് അവൻ നന്നായി വരിക. അതാണ് അതിൻ്റെ ഫിലോസഫി. അതിൻ്റെ ഭാഗമായിട്ട് 2020 കൊണ്ടുവന്നത് അതിൽ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടത് ഏതാണ്ട് 68 ലക്ഷം സ്ട്രീറ്റ് വെണ്ടേഴ്സിന് ഏതാണ്ട് 14,000 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. അത് പാവങ്ങൾക്കാണ് കൊടുക്കണം, പണക്കാർക്കല്ല അത് കൊടുക്കണം. അതൊരു വലിയ ഇമ്പാക്റ്റ് അവരുടെ സൊസൈറ്റി ഉണ്ടാക്കി. കേരളത്തിൽ ഒരു നമ്പർ ഞാൻ കണ്ട് ഏതാണ്ട് 51,000 പേര് കേരളത്തിൽ നിന്ന് ഈ ലോൺ വാങ്ങിയെന്നാണ് പറയണത്. ഏതാണ്ട് 111 കോടി. അപ്പം നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളത് ദ പുവറസ്റ്റ്, ദ നീഡി, അവരുള്ള വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തവർ, ബാങ്ക് ലോൺ കിട്ടാത്തവർ, ചൂഷണത്തെ അനുഭവിക്കുന്നവർ, അവർക്ക് കിട്ടുന്ന റീഹാബിലിറ്റേഷൻ.
അത് കണ്ട് അതിങ്ങനെ 20 മുതൽ 25 ജേണി ആയപ്പോഴത്തേക്ക് മോഡിജി വാസ് തിങ്കിങ് ഇവർക്ക് വേറെ എന്ത് ഫെസിലിറ്റി കൊടുക്കുക, നല്ല ഹാബിറ്റ് ഉണ്ടാക്കുക, ഡിജിറ്റൽ ബാങ്കിങ് ഹാബിറ്റ് ഉണ്ടാക്കുക, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പഠിപ്പിക്കുക, സേവിങ് ഹാബിറ്റ് പഠിപ്പിക്കുക, സമയത്ത് അവർക്ക് പൈസ കടമായിട്ട് എത്തിക്കുക, അതിന് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുക. ഈ ഫിലോസഫിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ കിട്ടിയ സജഷനാണ് അവർക്കൊരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം. സാധാരണ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നവർക്ക് ആ പൈസക്കാരനാണ്. അപ്പം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്വാനിധി പാവപ്പെട്ട വെണ്ടേഴ്സിന് കൊടുക്കുന്ന അവരുടെ ക്രെഡിറ്റ് കാർഡും ഈ ക്രെഡിറ്റ് കാർഡും തമ്മിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഈ ക്രെഡിറ്റ് കാർഡ് ഫ്രീ ആണ്. മറ്റേ സാധാരണ ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ഫീസ് അടയ്ക്കണം, ആനുവൽ ഫീസൊക്കെ അടയ്ക്കണം. പിന്നെ കൂടെ അതിനെ കാണിച്ചിരിക്കുന്നത് ഫീ ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല, നിങ്ങൾ അടയ്ക്കാൻ ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ കാര്യം, ഈ കാർഡ് നിങ്ങൾക്ക് ഉപയോഗിച്ച് UPI പേയ്മെൻറ്റ് നടത്താം എന്ന് പറഞ്ഞാൽ, UPI പേയ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീംലെസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് GPay ഉപയോഗിച്ച് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാം. അപ്പോൾ ട്രാൻസാക്ഷൻ ഈസ് ഫ്രീ. പിന്നെ അതിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യം, ഇതിലെന്തെങ്കിലും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് റിവാർഡ്സ് വല്ലതും കിട്ടുകയാണെങ്കിൽ അത് വാങ്ങണം. പിന്നെ എസെൻഷ്യലായിട്ടുള്ള പിന്നെ പർച്ചേസും വിൽക്കുകയും വാങ്ങുന്നതൊക്കെ ഇത് വരണം. അപ്പോൾ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് നടക്കണം, ബാങ്കിങ് ഹാബിറ്റ് വരണം, ഡിജിറ്റൽ ബാങ്കിങ് ആയിട്ട് പരിചയപ്പെടണം, ബാങ്ക് അവൻ്റെ ഒരു എസെൻഷ്യൽ പിന്നെ എന്താ പറയുക ഫ്രണ്ടായിട്ട് അസോസിയേറ്റായിട്ട് മാറണം, കൂടുതൽ ലോൺ എടുക്കണം. അങ്ങനെ അവൻ ഫൈനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക എന്നുള്ളതിലാണ് തുടങ്ങിയത്. അതിൽ പക്ഷേ അവൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പ്രൈം മിനിസ്റ്റർ സ്വാനിധി എന്നൊരു പോർട്ടലുണ്ട്. അവിടെ പോയി ആദ്യം രജിസ്റ്റർ ചെയ്യണം. അവനോട് ചോദിക്കുന്നത് നിങ്ങൾ സ്ട്രീറ്റ് വെണ്ടറാണെന്നറിയാൻ ആ ഒരു സാധനം വേണമല്ലോ. അതാണ് സാധനം ലോക്കൽ ബോഡി പറയും നമ്മളെവിടെ രജിസ്റ്റർ ചെയ്ത് 500, 1000, 10,000 പേരുണ്ടെന്ന് അവനൊരു ഒരു ലെറ്റർ കൊടുക്കും. അതായത് ലോക്കൽ വെണ്ടർ അല്ലെങ്കിൽ സ്ട്രീറ്റ് വെണ്ടർ ഒരു രജിസ്ട്രേഷൻ, അതാണ്. അല്ലെങ്കിൽ അറിയത്തില്ല ആരാണെന്ന്. പിന്നെ അവനൊരു ആധാർ വേണം, പിന്നെ പാൻ ഉണ്ടെങ്കിൽ പാൻ കൊടുക്കേണ്ടി വരും, കൂടുതൽ വോളിയം വരെയാണെങ്കിൽ. പിന്നെ അവന് വേണ്ടി വരുന്നത് പിന്നെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. എത്രയും തന്നെ മതിയാവും. ഇത്രയും ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ, പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യുമ്പം ബാങ്ക് ഇതൊക്കെ നോക്കി ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവന് 10,000 ലിമിറ്റ് ആദ്യം കൊടുക്കും. അവൻ നന്നായിട്ട് എടുത്ത് അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് 20 ആവും, അത് 30 ആവും. ദറ്റ് കെൻ ഗോ ഈവൻ അപ് ടു 50,000 വരെ പോകാം. അവൻ്റെ ബാങ്കിങ് ഹാബിറ്റ് അനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇൻട്രസ്റ്റ് ഇല്ലാതെ ടൈംലി പേയ്മെൻറ്റ്, അവന് ടൈംലി യൂസിന് പൈസ എടുക്കുക, ബാങ്കിലേക്ക് തിരിച്ചു വരുന്ന ക്രെഡിറ്റ് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യുക, ഇൻഡെഫിനിറ്റായിട്ട് എത്ര കാലം വേണമെങ്കിലും അവനത് ഉപയോഗിക്കാം, പെർമനൻ്റായിട്ട് ഉപയോഗിക്കാം. ഒരിക്കലും പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി മേ ബി ലേറ്റർ അവൻ ഭയങ്കര ബിസിനസ്സുകാരനായി മാറിക്കഴിഞ്ഞാൽ മേ ബി അന്ന് ചില ആപ്ലിക്കേഷൻ വരുമായിരിക്കും. പ്രൈം മിനിസ്റ്ററുടെ സ്വാനിധി കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഹെൽപ്ലെസ് ആയിട്ട് പൈസ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഇവർക്ക് ഗവൺമെൻറ് ഗ്യാരണ്ടി ചെയ്തിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെ കൊടുക്കുന്നു. ആ ക്രെഡിറ്റ് കാർഡ് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ സേഫായി, ഫിനാൻഷ്യലി സേഫായി. ആദ്യം അപ് ടു 10, പിന്നെ 20, പിന്നെ 30. അതാണ് ഈ പ്രൈം മിനിസ്റ്റർ സ്വാനിധിയുടെ ക്രെഡിറ്റ് കാർഡ് ലേറ്റസ്റ്റ് കൊണ്ടുവന്നതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അതാണ്. ഈ പിന്നെ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഓൺലൈനായിട്ട് എങ്ങനെയാണത് കയ്യിലേക്ക് ലഭിക്കുക? കയ്യിലേക്ക് ലഭിക്കുന്നതിന് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പോർട്ടലിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട് ഇവിടെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഉണ്ട്, ഇങ്ങനെയുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്. അതുകൂടാതെ പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ട്, അത് കഴിഞ്ഞ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്, അത് കഴിഞ്ഞ് റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്. നമുക്ക് ഏറ്റവും അടുത്തുള്ള ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് എടുക്കണമല്ലോ, ആ ബാങ്കിൽ കൂടെ ആയിരിക്കും നമുക്ക് ഈ സർവീസ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിയറസ്റ്റ് യൂണിയൻ ബാങ്കിലാണ്, ബ്രാഞ്ചിലാണ് നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്കാണ് ലിങ്ക് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റൊക്കെ ചെയ്യുന്ന ആ ബാങ്കാണ്. ആ ബാങ്കാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് തരുന്നത്. നമ്മുടെ പിന്നെ ലോൺ ഹിസ്റ്ററിയും റീപേയ്മെൻറ്റ് ഹിസ്റ്ററിയൊക്കെ മോണിറ്റർ ചെയ്യുന്നതൊക്കെ ആ ബാങ്കാണ്. അവരെ പഠിപ്പിക്കും. അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട്, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കും.
ശരിക്കും ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രീറ്റ് വെണ്ടർക്ക് ചിലപ്പോൾ 2000, 3000, 5000 രൂപയുടെ സാധനം എടുത്തു കഴിഞ്ഞാൽ അവൻ അത് തിരിച്ചടയ്ക്കും, വീണ്ടും എടുക്കും, വീണ്ടും അടയ്ക്കും. ഇങ്ങനെ അവന് റീസൈക്ലിംഗ് ഓഫ് ദ സെയിം മണി ഓവർ എ പീരീഡ് ഓഫ് ടൈം വരുമ്പോഴത്തേക്ക് ഒരു ഗ്യാരണ്ടിയും വേണ്ട, കൊളാറ്ററൽ സെക്യൂരിറ്റിയെ വേണ്ട, ഗവൺമെൻറ് തന്നെയാണ് സെക്യൂരിറ്റി. അപ്പോൾ അവൻ്റെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി മാറിക്കിട്ടും. അതാണ് ഇതിൻ്റെ ഫിലോസഫി. അത് കഴിഞ്ഞിട്ട് ഈ മുദ്ര പോലെയുള്ള ലോണുകൾ വേറെ എടുക്കണമെങ്കിൽ എടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ വേണ്ടത് ഇൻക്ലൂഷൻ ഫിലോസഫി, എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുള്ള ഫിലോസഫിയുടെ ഭാഗമായിട്ട് സ്ട്രീറ്റ് വെണ്ടേഴ്സിനെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ മാസം തലസ്ഥാനത്ത് എത്തിയപ്പോഴാണ് PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയത്. വഴിയോര കച്ചവടക്കാർക്ക് പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതിയാണിത്. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനും വട്ടിപ്പലിശക്കാരിൽ നിന്ന് മോചിപ്പിക്കാനും ഇത് ലക്ഷ്യമിടുന്നു. 10,000 രൂപ ക്രെഡിറ്റ് പരിശോധനയോടെയാണ് കാർഡ് ലഭിക്കുക. ഇത് കാലക്രമേണ 30,000 രൂപ വരെ വർദ്ധിപ്പിക്കാം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.